ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 4 ഇസ്രയേലി വനിതാ സൈനികരെ ഹമാസ് മോചിപ്പിച്ചു. കരാർ വ്യവസ്ഥ അനുസരിച്ച് പകരം 200 ഹമാസ് തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു. അവർ ചിരിച്ചു കൈവീശി. ജീവനും ജീവിതവും മടക്കി കിട്ടിയ ആശ്വാസത്തിൽ, ആനന്ദത്തിൽ. ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്ന ഭീതിക്കൊടുവിൽ 15 മാസത്തെ ബന്ദിജീവിതം കടന്നുവന്ന 4 പെൺകുട്ടികൾ, കഷ്ടി കൌമാരം കടന്നവർ. 20 വയസ്സു മാത്രമുള്ള നാമ ലെവി, ഡാനിയേല ഗിൽബോവ, കരീന അരിയേവ്. സൈന്യത്തിൽ ചേർന്ന് 1.5 ദിവസം മാത്രമായ 19-കാരി ലിറി അൽബാക്. ഒക്ടോബർ 7 ബന്ദികളാക്കപ്പെട്ടവർ. ഗാസ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള നഹാൽ ഓ സൈനിക താവളത്തിൽ നിന്നും ഹമാസ് ബന്ദികളാക്കിയവർ. My friend with Gaza. Why? Someone who speak English. Okay. Please. What? Again. രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി കൈകൾ കെട്ടിയ നിലയിൽ നാമ ലെവിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിൽ പരിക്കേറ്റ നിലയിലെ വീഡിയോ ആയിരുന്നു ഗിൽബോവയുടേതായി അവസാനം വന്നത്. കരഞ്ഞുകൊണ്ടും ദേഷ്യപ്പെട്ടും മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചവർ ഒടുവിൽ മോചിതരായി. പിടിക്കപ്പെട്ട അതേ സൈനിക യൂണിഫോമിൽ അവരെ റെഡ് ക്രോസിന് കൈമാറി. ബന്ദിയായ ഒരു വനിതാ സൈനികയെ മോചിപ്പിക്കുന്നതിന് പകരം 50 ഹമാസ് തടവുകാരെ മോചിപ്പിക്കുക എന്ന കരാർ അനുസരിച്ച് 200 ഹമാസ് തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു. ബന്ദികളായ സ്ത്രീകളോടുള്ള ഹമാസ് പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന ചർച്ചകൾക്ക് കൂടി വഴി തുറക്കുന്നുണ്ട് ഈ മോചനം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.